കഴിഞ്ഞ ഒരുപാട് കാലമായി തന്റെ പച്ചക്കറി കടയിൽ എത്തുന്നവരെ പാട്ടുപാടി സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്യമം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് വിജയരാഘവൻ ചേട്ടൻ. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. പാട്ടിന്ന് കേട്ടില്ലെങ്കിൽ കടയിൽ സാധനം വാങ്ങാൻ വരുന്നവർ ചോദിക്കും എന്താ ഇന്ന് പാടില്ലേ. ഒരു ജോലി പോയിട്ട് കഴിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ ചിലപ്പോൾ പാടി തളർന്നിരിക്കുകയും എന്റെ ഭാര്യനോട് ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോ അവള് പറഞ്ഞ ഇങ്ങനെയാണ് അവരെ ഭർത്താവിന് എന്തോ ലിവർ സംബന്ധമായിട്ടൊരു പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ആരെങ്കിലും കൊടുത്താലേ ആൾക്ക് ജീവൻ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാനും എന്റെ ഭാര്യയായിട്ട് സംസാരിച്ച് ഞാൻ കൊടുക്കാൻ തയ്യാറായി. പക്ഷെ അവൾക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് അവള് വിസമ്മതിച്ച് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞു ആ ചേച്ചിനോട്. നമസ്കാരം. പാട്ടും പച്ചക്കറിയും തമ്മിൽ എന്താണ് ബന്ധം? ചോദ്യം കോഴിക്കോട് മാങ്കാവിനടുത്ത ഗോവിന്ദപുരത്തുള്ള വിജയരാഘവൻ ചേട്ടനോടാണെങ്കിൽ അദ്ദേഹം ചിലപ്പോൾ മനോഹരമായ ശബ്ദത്തിൽ നിങ്ങൾക്കൊരു പാട്ട് പാടുന്നിരിക്കും. കഴിഞ്ഞ ഒരുപാട് കാലമായി തന്റെ പച്ചക്കറി കടയിൽ എത്തുന്നവരെ പാട്ടുപാടി സന്തോഷിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്യമം കൂടി ഏറ്റെടുത്തിരിക്കുകയാണ് മാങ്കാവ് ഗോവിന്ദപുരത്ത് കല്ലിട്ട നടക്കടുത്ത് താമസിക്കുന്ന വിജയരാഘവൻ ചേട്ടൻ. അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് മറുനാടൻ ഇന്ന് പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. കേവലം ഒരു പാട്ടുകാരനോ പച്ചക്കറി കടക്കാരനോ മാത്രമല്ല അദ്ദേഹം. നമ്മളൊക്കെ പലപ്പോഴും പറയാറില്ലേ, എടാ നിനക്ക് ഞാൻ എന്റെ കരള് പറിച്ചു തരുമെന്ന്. ലിറ്ററലി തന്റെ കടയിൽ പച്ചക്കറി വാങ്ങുന്നതിന് വേണ്ടി എത്തിയ ഒരു സ്ത്രീയുടെ ഭർത്താവിന് കരൽ രോഗമാണെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി കരൾ ദാനം ചെയ്തൊരു കഥ കൂടി അദ്ദേഹത്തിന് പറയാനുണ്ട്. എന്തൊക്കെയായാലും നമുക്ക് വിജയരാഘവൻ ചേട്ടനെ നടന്നിട്ട് വരാം. സ്വപ്നം ത്യജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. മനസ്സേ കരയരുതേ, മനസ്സേ കരയരുതേ. അപ്പോൾ ഇതാണ് നമ്മുടെ പാട്ടുകാരനായ പച്ചക്കറി കടക്കാരൻ വിജയരാഘവൻ ചേട്ടൻ. ചേട്ടാ, എന്താണ് ഈ പാട്ടും പച്ചക്കറി കച്ചവടവും തമ്മിലുള്ള ബന്ധം? പാട്ട് നമുക്ക് ചെറുപ്പത്തിലെ ഇഷ്ടമുള്ള ഒരു സംഗതിയാണ്. ചെറുപ്പത്തിലെ നമുക്ക് പാട്ട് പഠിക്കാനോ അതിന്റെ പിന്നാലെ പോകാനോ നമ്മളെ ജീവിതശൈലി നമുക്ക് സാധിച്ചില്ല. അന്ന് നമ്മളെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ. ഇപ്പം കുറച്ച് വലുതായപ്പോഴാണ് നമുക്ക് പാട്ടൊക്കെ പാടാനോ അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ നടക്കാനോ കഴിഞ്ഞത്. പിന്നെ നമ്മള് കുടുംബമായപ്പോ അതിന്റെ പിന്നാലെയും പോകാൻ വയ്യാണ്ടായി. അപ്പോൾ ഇങ്ങനെ ഒരു കടയായിട്ടിരുന്ന സമയത്ത് പിന്നെ ഞാൻ എന്റേതായിട്ടുള്ള ചെറിയ ഒരു സംഗതിയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാൻ പറ്റാത്തൊരവസ്ഥയപ്പോ ഇവിടെ തന്നെ ഒതുങ്ങിക്കൂടി. അപ്പൊ പിന്നെ ഞാനിങ്ങനെ ഒരു സെറ്റൊക്കെ മേടിച്ച് വെച്ച് പാട്ട് നമ്മളെ മനസ്സിലുണ്ടല്ലോ, കേട്ട പാട്ടുകൾ അതുപോലെ പാടാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു രീതി. അപ്പൊ അതങ്ങനെ ഞാൻ പാടി ഞാൻ പ്രാക്ടീസ് ചെയ്തും കൊണ്ട് പാടിയിട്ടും ഇങ്ങനെ പഠിച്ചും കൊണ്ട് ഇങ്ങനെ പോവാണ്. ആരും ഇല്ലാണ്ട് ഞാൻ ഒറ്റയ്ക്ക് പഠിക്കുകയാണ്. പച്ചക്കറി വാങ്ങാൻ വരുന്നവർക്ക് വലിയ കൗതുകമാണ്. അവർക്ക് എല്ലാവർക്കും വലിയ താല്പര്യമാണ്. അവർക്ക് ചോദിക്കും പാട്ട് പാടിയില്ലേ, ചിലപ്പോ ചോദിക്കും എന്താ പാടാത്തത്, ഒന്ന് പാട്ട് കേട്ടില്ലല്ലോ. അപ്പൊ ഞാൻ പറയും പാടിയതാണ്. അവര് ജോലി പോയിട്ട് കഴിഞ്ഞു വരുമ്പോഴേക്കും ഞാൻ ചിലപ്പോ ഇവിടെ പാടി തളർന്നിരിക്കുകയായിരിക്കും. അപ്പോഴാണ് അവര് ചോദിക്കുക ഇന്ന് പാടിയില്ലേ. ഞാൻ പാടിയിട്ടുണ്ടോ, ചിലപ്പോ അവർക്ക് വേണ്ടി പാടി കൊടുക്കും. അങ്ങനെ പച്ചക്കറി വാങ്ങാൻ വരുന്ന ഒരു പാട്ട് ആവശ്യപ്പെടാറുണ്ട്. ആവശ്യപ്പെടും. അവര് ചില സമയത്ത് അവിടെ ഇങ്ങോട്ടൊന്ന് പാട്ട് കേട്ടു, ഒന്നോ രണ്ടോ പാട്ടൊക്കെ കേട്ടിട്ട് അവര് സന്തോഷമായിട്ടുണ്ട്. അവർക്കൊരു സന്തോഷം. ഇപ്പോ പ്രേക്ഷകര് വിചാരിക്കുന്നുണ്ടോ അദ്ദേഹം അതിനിടയ്ക്ക് പറയുകയുണ്ടായി ചില പ്രത്യേക കാര്യങ്ങള് ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന സാഹചര്യം എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, ഇദ്ദേഹം ഒരു അവയവ ദാതാവ് കൂടിയാണ്. ഈ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കരൾ ചികിത്സയെ ബന്ധപ്പെട്ടെത്തിയ ഒരു യുവാവിന് സ്വന്തം കരള് ദാനം ചെയ്യാൻ സന്നദ്ധത കാണിച്ചാണ്. അതെങ്ങനെയാണെന്ന് കൂടി ഒന്ന് വ്യക്തമാക്കാൻ. അത് ഇതേപോലെ തന്നെ 2020 അതായത് നമ്മള് കടയൊക്കെ ഇങ്ങനെ ഇതാക്കി നിൽക്കുന്ന സമയത്താണ്. അപ്പൊ ഒരു ചേച്ചി ഇതേപോലെ വൈകുന്നേര സമയത്ത് അവര് വന്നിട്ട് ഇങ്ങനെ സാധനമൊക്കെ മേടിച്ച് അങ്ങനെയാണ് എനിക്ക് അവരെ പരിചയം. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ എന്റെ ഭാര്യയായിട്ട് സംസാരിക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് വരിക. ഞാൻ വരുമ്പോഴേക്കും അവര് പോയി. അവര് കരഞ്ഞുകൊണ്ട് പോണതാണ് ഞാൻ കാണുന്നത്. അപ്പൊ ഞാൻ എന്റെ ഭാര്യനോട് ചോദിച്ചു എന്താ കാര്യം ചോദിച്ചപ്പോ അവള് പറഞ്ഞ് ഇങ്ങനെയാണ് അവരെ ഭർത്താവിന് എന്തോ ലിവർ സംബന്ധമായിട്ടൊരു പ്രശ്നമുണ്ട്, അപ്പൊ അതുകൊണ്ട് അത് മാറ്റി വെക്കണം എന്നാ പറയുന്നത്. ആരെങ്കിലും കൊടുത്താലേ ആൾക്ക് ജീവൻ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനും എന്റെ ഭാര്യയായിട്ട് സംസാരിച്ച് ഞാൻ കൊടുക്കാൻ തയ്യാറായി. പക്ഷെ അവൾക്ക് അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് അവള് വിസമ്മതിച്ച് എന്റെ വീട്ടുകാരെയൊക്കെ അറിയിച്ച് എല്ലാരും കൂടി വന്നു. അപ്പൊ ഞാൻ ഒറ്റയടിക്ക് അവരെടുത്ത് പിറ്റേ ദിവസം തന്നെ പറഞ്ഞു ഞാൻ തരാന്ന് പറഞ്ഞു ആ ചേച്ചിനോട്. അത് കേട്ടപ്പോ തന്നെ അവരാകെ ഷോക്കായി. കുറെ നേരം അവർക്ക് ഒന്നും പറയാനോ, ഇങ്ങനെ ഒരാള് അങ്ങോട്ട് പറയാണല്ലോ. അപ്പൊ അവര് സ്റ്റക്കായി പോയി. അവരത് കേട്ട് ഡോക്ടറെ അടുത്ത് അവിടുന്ന് തന്നെ ഞാൻ കൊടുക്കാന്ന് പറഞ്ഞ എന്റെ ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ പറഞ്ഞ എനിക്ക് ഡോക്ടറെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഉടനെ പോയി. അപ്പോഴേക്കും ഇവിടെ ഏട്ടനും അമ്മയും എല്ലാരും വന്നു.
പ്രശ്നങ്ങളായി. ഞാൻ പറഞ്ഞു വാക്ക് കൊടുത്താൽ ഇനി വാക്കിൽ മാറ്റമില്ല, എന്തായാലും ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അത് അവസാനം കൊടുത്ത് അതിന്റെ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ. സന്തോഷം പറ്റി. എന്താ പേരെന്താണ്? വിജയ് കൃഷ്ണ. വിജയകൃഷ്ണൻ പാടും. പാടാറ് കുറച്ചൊക്കെ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 7ാം ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്? ഗോവിന്ദപുരം. ഗോവിന്ദപുരം സ്കൂൾ. ചേച്ചി അപ്പൊ എങ്ങനെയാണ് ചേട്ടന്റെ പാട്ട്? എങ്ങനെ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണ് ചേട്ടന്റെ പാട്ട്. എല്ലാരും പറയും ചേട്ടനോട് പാട്ട് ഇന്ന് കേട്ടില്ലെങ്കിൽ കടയിൽ സാധനം വാങ്ങാൻ വരുന്നവർ ചോദിക്കും എന്താ ഇന്ന് പാടില്ലേ പാടില്ലേ നിൽക്കും. ഞാൻ പറയും, ചിലപ്പോ പറയും ഞാന് പാടിയിട്ട് ആളിപ്പം നിർത്തിയിട്ടേ ഉള്ളൂ എന്നറിയും. അധികം ആൾക്കാർ ഈ പാട്ട് മിംസ് ഹോസ്പിറ്റലിൽ വരുന്ന അധികം രോഗികളായിട്ടുള്ള വരുന്ന ആൾക്കാർ പാട്ട് കേട്ടിട്ട് ഇവിടെ വന്നിരിക്കും. എന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും, ഈ പാട്ട് കേട്ട് പോയാൽ കുറച്ച് സമാധാനം കിട്ടുന്നു. രോഗികളുടെ അടുത്ത് വന്ന് നിക്കണവരില്ലേ, അവര് വന്ന് പറയും ഞങ്ങള് ഈ ഇവിടെ പാട്ട് കേട്ടാൽ ഞങ്ങൾ കുറച്ചു നേരം വെറുതെ നിന്ന് ഞങ്ങൾക്ക് ഒരു മനസ്സിന് കുളിർമ കിട്ടുന്നും പറഞ്ഞിട്ട് അവര് കുറച്ച് 2-3 പാട്ടെല്ലാം കേട്ടിട്ട് അവർക്ക് അത് കേൾക്കുമ്പോ നമുക്കൊരു സന്തോഷമാണല്ലേ. ഒരു രൂപ പോലും പ്രതിഫലം പ്രതീക്ഷിക്കാതെ തനിക്ക് ആരാണെന്നോ എന്താണെന്നോ അറിയാത്ത, അതിനു മുൻപ് കണ്ടിട്ട് പോലും ഇല്ലാത്തൊരു മനുഷ്യന് വേണ്ടി കരളദാനം ചെയ്യുന്നതിന് സ്വമേധയാ മുന്നോട്ട് വരിക എന്താണല്ലേ നമ്മൾ പറയുക. തന്റെ കുടുംബത്തിനോടൊപ്പം പച്ചക്കറി കടയോട് ചേർന്നുള്ള ആ കുടുസുമുറിയിൽ താമസിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ വളരെ വലുതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് ചെറുപ്പത്തിൽ പാട്ട് പഠിക്കാനൊന്നും സാധിച്ചില്ല, അത് ഞാനിപ്പോൾ എനിക്കൊരു സാഹചര്യം ഉണ്ടായപ്പോൾ ഈ രീതിയിൽ പാടി ആളുകളെ സന്തോഷിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ പാട്ടുകൾ കേൾക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ അവിടെ എത്താറുണ്ടെന്നുള്ളതാണ്. പലപ്പോഴും തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തുന്ന രോഗികളുടെ കൂട്ടിരിപ്പുകാർ പോലും ഇവിടെ വന്ന് അദ്ദേഹത്തിന്റെ പാട്ടുകൾ മറ്റു കേട്ട് പോകാറുണ്ട്. എന്തിനായാലും വിജയരാഘവൻ ചേട്ടൻ ഇനിയും ഒരുപാട് കാലം ഇങ്ങനെ പാട്ടുകൾ പാടി ആളുകളെ സന്തോഷിപ്പിക്കട്ടെ. കോഴിക്കോട് നിന്ന് നിഖിൽ കക്കാടത്ത്, മറുനാടൻ മലയാളി.